ഹലോ എവരിവൺ, എം പി ക്ലോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായിട്ടാണ് നമ്മൾ ഇവിടെ വീഡിയോയിലായിട്ട് വന്നിട്ടുള്ളത്. സാധാരണ കെമാറ്റ് റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ MBA അഡ്മിഷൻ റിലേറ്റഡ് വീഡിയോസ്, എഗെയിൻ സബ്ജക്ട് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് പലതവണ. ഇന്ന് വളരെ സുപ്രധാനമായിട്ടൊരു വീഡിയോ, HR ട്രെൻഡ്സ് ദാറ്റ് എവരി MBA സ്റ്റുഡൻറ്റ് ഷുഡ് നോ. HR എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ HR പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, എല്ലാ MBA വിദ്യാർത്ഥികളും ഈ വീഡിയോ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. MBA പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണത്. HR-ലെ അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലും ട്രെൻഡുകളൊക്കെ വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡുകൾ, നമ്മുടെ സിലബസിൽ പഠിക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഡസ്ട്രി സംഭവിക്കുന്നുണ്ട്. അപ്പം ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഔട്ട് ഓഫ് സിലബസ് ഇൻ ദ സെൻസ്, ഞാൻ സിംഗിൾ ഇൻവേർട്ടർ കോമേ പറയുകയാണ്, സിലബസിൽ പുറത്തുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രി സംഭവിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ HR റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ചില ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കോൺസെപ്റ്റുകൾ, ചില ഇമ്പോർട്ടൻറ്റ് ട്രെൻഡുകളാണ് ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നോ രണ്ടോ സീരീസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ ഏരിയ തന്നെ ഇതേ ട്രെൻഡിൽ തന്നെ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ, ഫിനാൻസിൻ്റെ മറ്റ് ഏരിയസൊക്കെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ HR-ന്റെ വീഡിയോ ഒരു ഏരിയാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് 7 ട്രെൻഡിങ്, ഇപ്പോൾ 2023, 2024 ട്രെൻഡിങ് ആയിട്ടുള്ള 7 കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ HR ട്രെൻഡുകളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു എഗെയിൻ MBA സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഇരിക്കുമ്പോഴോ, അത് മാത്രമല്ല ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനത്തെ ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് ഒരു എപ്പോഴും ഇങ്ങനത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങൾ അറിയുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് എപ്പോഴും നമുക്ക് ലഭിക്കും. നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിലും മറ്റ് വർക്ക് പ്ലേസ് പോകുകയാണെങ്കിലൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ലഭിക്കും. നമുക്ക് ആഡ് ഓൺ നോളജ് ആയിട്ട് തന്നെ ഇതിനെ കാണാം. അപ്പോൾ ഫസ്റ്റ് ഒരു ട്രെൻഡ് നിങ്ങൾക്ക് പരിചയമുള്ളൊരു ടൈമാണ്, പലർക്കും പരിചയമുള്ളൊരു ടൈമാണ്. നമ്മൾ ഉപയോഗിച്ച് ഇതൊരു ഡെയിലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വളരെ ലൈറ്റ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായി മാറി മൂൺ ലൈറ്റിംഗ്. Moonlighting is an option of doing a side job while you are already working in a company as a full-time employee. അതായത് ഒരു കമ്പനിയിൽ ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ജോലിയിൽ ഏർപ്പെടുന്നതിനാണ് മൂൺ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് 2 ജോലി ഒരേ സമയത്ത് ചെയ്യുന്നത്. മൂൺ ലൈറ്റിംഗ് തന്നെ പലതരത്തിലുള്ള മൂൺ ലൈറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്വാർട്ടർ മൂൺ ലൈറ്റിംഗ്, ഫുൾ മൂൺ ലൈറ്റിംഗ്, അല്ലെങ്കിൽ ബ്ലൂ മൂൺ ലൈറ്റിംഗ്, എന്നൊക്കെ പല ഓപ്ഷൻസ്, അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് വളരെ അധികമായിട്ട് ആരംഭിച്ചത്. പ്രത്യേകിച്ച് IT ഇൻഡസ്ട്രിയിലൊക്കെ ഈ ട്രെൻഡ് വളരെ കൂടുതലാണ്. അപ്പം മൂൺ ലൈറ്റിങ്ങിനെ പറ്റി ഇതൊക്കെ ഒരു GD വിഷയം, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മൂൺ ലൈറ്റിംഗ് ഒക്കെ ഒരു ചർച്ചാ വിഷയം ആകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ MBA അഡ്മിഷൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ആകാം, ചിലപ്പോൾ ജോബ് ഇൻ്റർവ്യൂവിലൊക്കെ ആകാം മൂൺ ലൈറ്റിംഗ്. അപ്പോൾ മൂൺ ലൈറ്റിങ്ങിൻ്റെ പ്ലസും മൈനസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. ഇന്ത്യയിൽ തന്നെ പല കമ്പനികളും മൂൺ ലൈറ്റിങ്ങിനെ എതിർക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. സ്ട്രിക്ട് പോളിസികൾ പ്രകാരം മൂൺ ലൈറ്റിംഗ് ഒരിക്കലും പാടില്ല എന്ന് ഇൻസ്ട്രക്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്. അതേസമയം തന്നെ ചില കമ്പനികൾ മൂൺ ലൈറ്റിംഗ് ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന കമ്പനികളുമുണ്ട്. പ്രത്യേകിച്ച് IT ഇൻഡസ്ട്രിയിലൊക്കെ അവരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും അല്ലെങ്കിൽ എംപ്ലോയി റെഗുലേഷൻസും ഒക്കെ പാസ്സാക്കി അവരൊക്കെ ഗൈഡ് ലൈൻസിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റ് എംപ്ലോയ്മെന്റിലേക്ക് ഏർപ്പെടാൻ പാടില്ല. സോ മൂൺ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. മൂൺ ലൈറ്റിംഗ് ഇസ് ഓപ്ഷൻ ഓഫ് ഡൂയിങ് എ സൈഡ് ജോബ് വെൻ യു ആർ വർക്കിംഗ് ഇൻ എ കമ്പനി ആസ് എ ഫുൾ ടൈം എംപ്ലോയി. അപ്പോൾ അതിനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആളുകൾക്ക് അവരുടെ ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അഡിക്വേറ്റ് ആയിട്ടുള്ള സാലറി അല്ലെങ്കിൽ ലഭിക്കുന്നില്ല അവരുടെ, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന സാലറി കൊണ്ട് അവരുടെ മറ്റ് എക്സ്പെൻസുകളും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ട് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും ഒരു കാര്യം. അല്ലെങ്കിൽ മറ്റൊരു റീസൺ, ആളുകൾക്ക് മൾട്ടിപ്പിൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകാം. ചില ആളുകൾക്ക് അവരുടെ ട്രഡീഷണൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഏരിയ കൂടാണ്ട് മറ്റൊരു ഏരിയയിലും കൂടെ അവർക്ക് ടാലന്റ് ആയിട്ട് കാണാൻ പറ്റും. അതൊരു റീസൺ. ഇങ്ങനെ ചിലപ്പോൾ ജോബ് മാർക്കറ്റിലെ ഡിമാൻഡ് കൊണ്ട് പല റീസൺസ് കൊണ്ട് മൂൺ ലൈറ്റിങ്ങിലേക്ക് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ മൂൺ ലൈറ്റിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. എന്നും ഇനി മുന്നോട്ട് പലപ്പോഴും അത് മൂൺ ലൈറ്റിംഗ് ഒരു ഹോട്ട് ഡിസ്കഷൻ ആകാനും സാധ്യതയുള്ള ഒരു ഏരിയയാണ്. മൂൺ ലൈറ്റിംഗ് ഈസ് നമ്പർ 1 ഇൻ ദ ലിസ്റ്റ്. സെക്കൻഡ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് റിമോട്ട് വർക്ക് ആൻഡ് ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ. എന്താണ് റിമോട്ട് വർക്ക് എന്നുള്ളത്, ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ എന്നുള്ള 2 കോൺസെപ്റ്റ് എന്താ ശരിക്കും മനസ്സിലാക്കുന്നതാണ്. റിമോട്ട് വർക്ക് എന്നുള്ളത്, നമ്മളിപ്പോൾ എല്ലാവരും വർക്ക് ഫ്രം ഹോം എന്നുള്ള വാക്ക് വളരെ ഫെമിലർ ആണ്. കോവിഡ് മുമ്പൊക്കെ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി കൊടുക്കുന്ന ഒരു ആനുകൂല്യം പോലെയൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഇന്നിപ്പം ഒരു നീഡ് ഓഫ് ദി അവറായി മാറിക്കഴിഞ്ഞു വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പം വർക്ക് ഫ്രം ഹോം ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്. അത്
പല കമ്പനികളും അതിലേക്ക് വന്നിട്ടുണ്ട്. പല ഹൈബ്രിഡ് വർക്ക് മോഡ്, അതായത് ഫുൾ ടൈം ആഴ്ചയിൽ നിങ്ങൾ 3 ദിവസം കമ്പനിയിൽ വരുന്നു, അല്ലെ 2 ദിവസം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഹൈബ്രിഡ് മോഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ആണ് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വാക്ക്. ഈ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതിൽ വരുന്ന മറ്റൊരു ചില ടൈമുകളാണ് കംപ്രസ്ഡ് വർക്ക് വീക്ക് എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കംപ്രസ്ഡ് വർക്ക് വീക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഉദാഹരണത്തിന് പറയാം, ഒരു കമ്പനിയിൽ നിങ്ങൾ 8 hours 5 days വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതേ കമ്പനിയിൽ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ 10 hours വർക്ക് ചെയ്യണം, പക്ഷെ 4 ദിവസം വന്നാൽ മതി. സോ ചിലപ്പോൾ ആ ഒരു ഓപ്ഷൻ എംപ്ലോയീസിന് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. കാരണം അവർക്ക് 4 ദിവസം വന്നാൽ മതി, 3 ദിവസം അവർക്ക് ലീവ് എടുക്കാം. ഇൻ എഫക്റ്റ് നോക്കുകയാണെങ്കിൽ 8 into 5 40, 10 into 4 40. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്താലും സെയിം രീതിയിലാണ് നമുക്ക് സെയിം വർക്കിംഗ് അവേഴ്സ് ആണ് ഒരു വീക്കിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ട്രെൻഡാണ്. ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ അല്ലെങ്കിൽ റിമോട്ട് വർക്കിംഗ് ഉള്ളതൊക്കെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് HR ട്രെൻഡാണ്. അനദർ വൺ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. ഈ ടൈം നിങ്ങൾ എല്ലാവരും ഫെമിലറൈസ് ആയിരിക്കണം. ഡൈവേഴ്സിറ്റി, ഈക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. കൂടുതൽ ഡൈവേഴ്സ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് എല്ലാ കമ്പനികളും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇന്റർനാഷണൽ ലെവലിൽ തൊട്ട്. ഇപ്പം DEI എന്നുള്ളൊരു പേരിലൊക്കെ പലപ്പോഴും ഇത് അറിയപ്പെടും. DEI അതായത് ഡൈവേഴ്സിറ്റി, ഈക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ ഒരു നല്ലൊരു ധാരണ എപ്പോഴും ഉള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ട്രെൻഡാണ്, HR ഇമ്പോർട്ടൻ്റ് ആയ ട്രെൻഡാണ്. കൂടുതൽ ഡൈവേഴ്സ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ എൻഷുർ ചെയ്യുക എന്നുള്ളത് പല കമ്പനികളുടെ മോട്ടോ ആയിട്ട് കാണാം. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, മെൻ്റൽ ഹെൽത്തിനുള്ള ഗ്രോയിങ് ഇമ്പോർട്ടൻസ്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാനസിക പ്രശ്നങ്ങൾ എംപ്ലോയീസിൻ്റെ. അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് കൂടുന്നു. അതുകൊണ്ട് തന്നെ കമ്പനികൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മെൻ്റൽ ഹെൽത്തിനും അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് വെൽബീയിങ്ങിനും കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ട്രെൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഇന്റേണലി കൗൺസിലേഴ്സിനും സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ട്രെൻഡുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് അത് വളരെ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചസ് ഒക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മെൻ്റൽ ഹെൽത്തും മെൻ്റൽ വെൽബീയിങ്ങും അഡ്രസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ട്രെൻഡ്. സോ ദാറ്റ് ഇസ് നമ്പർ 4 ഇൻ ദ ലിസ്റ്റ്. അന്നത്തെ ഇമ്പോർട്ടൻറ്റ് തിങ് ട്രെൻഡിങ് ആയിട്ടുള്ള ChatGPT ഉപയോഗിക്കാത്ത ആൾക്കാർ നിങ്ങൾ കുറവായിരിക്കും. ChatGPT പോലെ തന്നെ AI ടൂൾസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ HR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ പുതിയ HR ഓട്ടോമേഷൻ പോസിബിലിറ്റീസും ഒക്കെ HR മറ്റ് ട്രെൻഡാണ്. ഓട്ടോമേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചില ജോബ് ലോസുകളൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പലർക്കും ആളുകൾക്ക് ഒരു സംശയമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത്. ജോലി നഷ്ടപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിയില്ലാത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ AI എങ്ങനെ ഉപയോഗിക്കാം അറിയില്ല എന്നുള്ള വ്യക്തിക്ക് ഒരു പക്ഷേ ജോലി നഷ്ടപ്പെടുമായിരിക്കും. AI ടൂളുകളെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നില്ല. അപ്പം ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് AI ടൂൾസ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളും AI ടൂള് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയില്ലാത്ത ആൾക്കാരും എന്ന രീതിയിലായിരിക്കും ക്ലാസിഫിക്കേഷൻ വരും. അതുകൊണ്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിരിക്കും നല്ലതാണ് പുതിയ AI ടൂൾസ്. ChatGPT, Gemini, ഒരുപാട് നിരവധി AI ടൂൾസുകളുണ്ട്. ആ ടൂൾസുകളൊക്കെ ഫെമിലറൈസ് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഓട്ടോമേഷൻ HR, that is also another important trend. So that is the trend number 5 in my list. Again, another trend number 6 in this list is agile performance management അല്ലെങ്കിൽ agile HR എന്നൊക്കെ പറയും. agile എന്നുള്ള വാക്ക് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. agile എന്ന് പറഞ്ഞാൽ agile എന്നുള്ള വാക്കിന്റെ മീനിങ് വളരെ ഫാസ്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക, വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലാണ്. അപ്പം ട്രഡീഷണൽ HR കോൺസെപ്റ്റുകൾ, ട്രഡീഷണൽ HR സ്ട്രക്ചറിൽ നിന്നൊക്കെ മാറിയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറി മൂവ് ചെയ്യുന്ന, കൊളാബറേറ്റ് ഒക്കെ ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരു HR സ്ട്രക്ചറിനെ അല്ലെങ്കിൽ HR ട്രെൻഡിനെയാണ് അജൈൽ എന്ന് പറയുന്നത്. അജൈൽ ആയിട്ടുള്ള പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ അജൈൽ HR ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു HR ഡെവലപ്മെന്റ് ആണ്, HR ട്രെൻഡാണ്. സോ ദാറ്റ് ഇസ് ദ നമ്പർ 6 ഇൻ ദ ലിസ്റ്റ്. അഗെയിൻ ദ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു സീരീസിൽ ഞാൻ എടുത്തിട്ടുള്ള ക്വയറ്റ് ക്വിറ്റിംഗ് എന്ന് പറയുന്ന ടൈമാണ്. ക്വയറ്റ് ക്വിറ്റിംഗ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനാണ്. എംപ്ലോയി വർക്ക് പ്ലേസ് കാണുന്ന മറ്റൊരു ഫിനോമിനാണ്. എംപ്ലോയീസ് putting the bare minimum effort to keep their job but not devoting an extra time or energy their roles. അതായത് ഒരു ജോലിയിൽ ആവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരാൾ വർക്ക് പ്ലേസിൽ തുടരുക എന്നുള്ളതിനാണ് ക്വയറ്റ് ക്വിറ്റിംഗ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ അത് അയാൾ ക്വയറ്റ് ക്വിറ്റിംഗ്, അതായത് മിണ്ടാണ്ടിരുന്ന് കിട്ടുക, അതായത് കമ്പനി വിടുക എന്നുള്ള അർത്ഥം, ലീവ് ചെയ്യുക എന്നുള്ള, ക്വിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ അവിടെ അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ മിനിമമാണ്, അവരുടെ ഇൻവോൾവ്മെന്റ് വളരെ മിനിമമാണ്. വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ മിനിമം കാര്യങ്ങൾ മാത്രം കമ്പനി ചെയ്ത് വലിയൊരു ആത്മാർത്ഥതയൊന്നും ഇല്ലാണ്ട്, കമ്പനിയുടെ വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ട്രെൻഡിനെയാണ് ക്വയറ്റ് ക്വിറ്റിംഗ് എന്ന് പറയുന്നത്. അത് പല കാരണങ്ങൾക്കുണ്ടാകാം. ചിലപ്പോൾ വേണ്ടത്ര റെക്കഗ്നീഷൻ കിട്ടാത്തതുകൊണ്ടാകാം, ചിലപ്പോൾ ജോലിയുടെ ഇൻട്രസ്റ്റ് കുറവുണ്ടാകാം,
മറ്റ് വർക്ക് പ്ലേസ് റിലേറ്റഡ് മറ്റ് കാരണങ്ങളൊക്കെ ഉണ്ടാകും, പേഴ്സണൽ റീസൺസ് ഒക്കെ ഉണ്ടാകും, പലതരത്തിൽ ക്വയറ്റ് ക്വിറ്റിംഗ് സംഭവിക്കുന്നുണ്ട്. ഇപ്പം HR-ലൊക്കെ നിങ്ങൾക്ക് ഒരു റിസർച്ച് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയൊരു പേപ്പറൊക്കെ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്വയറ്റ് ക്വിറ്റിംഗിന്റെ റീസർച്ച് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സീരീസിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന 7 ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ്സ്. എഗെയിൻ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ പുതിയ ട്രെൻഡുകളെ പറ്റി, മറ്റ് ഏരിയാസിനെ പറ്റി, ഫിനാൻഷ്യൽ മാർക്കറ്റിംഗിന്റെ മറ്റ് ഏരിയാസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ കാണാൻ.